തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിപ്പിൽ പ്രതിരോധത്തിലായി ബി.ജെ.പി. നേതൃത്വം. പാർട്ടി നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ 12 കോടി രൂപ വരെ തട്ടിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതേസമയം അതിലും വലിയ കൊള്ളയാണ് നടന്നതെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. 18-ന് അടിയന്തര കോർ കമ്മിറ്റി യോഗം ചേരാനാണ് ബി.ജെ.പി. നേതൃത്വത്തിന്റെ തീരുമാനം. ബി.ജെ.പിയിലെ ഫണ്ട് തിരിമറി വിവാദത്തിൽ വലിയ പ്രതിസന്ധിയിലാണ് ബി.ജെ.പി. ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ. പാർട്ടി നിയോഗിച്ച 3-അംഗ സമിതി നടത്തിയ അന്വേഷണത്തിൽ വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. അന്വേഷണത്തിൽ 12 കോടി രൂപ വരെ തട്ടിയെന്നാണ് പുറത്തുവരുന്ന വിവരം. 47 മണ്ഡലങ്ങളിൽ ഫണ്ട് വെട്ടിച്ചെന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അതിലും വലിയ കൊള്ളയാണ് നടന്നതെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. മുതിർന്ന നേതാക്കൾക്കടക്കം വെട്ടിപ്പിൽ പങ്കുണ്ടെന്നും ആരോപണമുയരുന്നുണ്ട്. നിലവിൽ സംസ്ഥാന സെക്രട്ടറി അഞ്ജനയ്ക്കെതിരെ അച്ചടക്ക നടപടിയെടുത്തുവെന്നാണ് വിവരം. കൊടിയുടെ പേരിൽ തട്ടിച്ച 1.5 കോടി രൂപ തിരിച്ചടച്ചില്ലെങ്കിൽ അഞ്ജനയെയും കൂടെ നിന്ന നേതാക്കളെയും പുറത്താക്കാനാണ് പാർട്ടി തീരുമാനം. എന്നാൽ ആരോപണ വിധേയരായവർ ഫണ്ട് വെട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ തെളിവുകൾ സഹിതം പുറത്തുവിട്ടേക്കുമെന്ന ഭീഷണിയും ഉയർത്തുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറി അഞ്ജനയിൽ മാത്രം വിഷയം ഒതുക്കുന്നതിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. സംസ്ഥാന പ്രസിഡന്റിന്റെ പിടിപ്പുകേടാണ് ബി.ജെ.പി. നാണംകെട്ട അവസ്ഥയിൽ എത്താൻ കാരണമായതെന്നാണ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം. ബി.ജെ.പി. ഓഫീസ് നിയന്ത്രിക്കുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ അനുയായികളാണ് തട്ടിപ്പിന് പിന്നിലെന്ന ആരോപണവും ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. ഇവരെ നിയന്ത്രിക്കാൻ കഴിയാത്തതും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്റെ പിടിപ്പുകേടാണെന്ന ആക്ഷേപവുമുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.